ഭൂമിയിലെ പറുദീസയായ ഈ കൃപാസനം അൾത്താരയിൽ 4-ാം വട്ടമാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്. അതിന് മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സീന. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത്. 2017 ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാനായിട്ട്. അവിടെ നിന്ന് ബസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ജസ്റ്റ് വന്ന് മാതാവിനൊന്ന് കണ്ടുപോകാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൃപാസനം പത്രത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് തന്നെ. അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ ഒരു വ്രണം ഉണ്ടായിരുന്നു, ഷുഗർ മൂലം ഉണ്ടായിരുന്നതാണ്. അതിങ്ങനെ ഇടയ്ക്ക് പഴുക്കും ഉണങ്ങും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിന് ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡിസംബർ 27 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയാണ്. 6 നിയമങ്ങൾ വെച്ചു. അതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. 3 മാസം 4 മാസം അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഇവിടെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരൊക്കെ പറയും, സിസ്റ്റർ നാട്ടിൽ തന്നെ വർക്ക് ചെയ്താൽ മതി, വിദേശത്ത് പോകാനുള്ള യോഗമൊന്നുമില്ലയെന്ന്. പക്ഷേ എല്ലാവരെ പോലെ എനിക്കും പുറത്തുപോയി വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ 6 നിയോഗങ്ങളിൽ അതും വെച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ കാലിലെ വ്രണം പൂർണ്ണമായിട്ടും സുഖപ്പെടാനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അല്ലാത്ത 4 നിയോഗങ്ങളും വെച്ചിരുന്നു. ഡിസംബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് നല്ല ഭക്തിയോടുകൂടി തന്നെ മാതാവിനോട് എനിക്ക് അന്നും ഭയങ്കര ഭക്തിയാണ്. ഈശോനോടും പള്ളി പോക്കൊക്കെ കുറവാണ്, ഞായറാഴ്ച മാത്രമേ പോവുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പായി. ഏപ്രിൽ 2018 ഏപ്രിൽ 18 ഞാൻ കുവൈറ്റിലെത്തുകയാണ്. അവിടെ ഒരു അമ്മയെ നോക്കാനാണ് എനിക്ക് യോഗം കിട്ടിയത്. അങ്ങനെ ഒരു 3 വർഷം അവിടെ വർക്ക് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഹസ്ബൻഡിൻ്റെ കാലിലെ മുറിവ് പൂർണ്ണമായി സുഖപ്പെട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഉണങ്ങും പിന്നെ പഴുക്കും അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ 2020 അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 4 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിക്കണം, അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ 2020 ഇവിടെ എത്തി. കൊറോണയുടെ സമയമൊക്കെയാണ്. ഞാനങ്ങനെ കൃപാസന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടി പിന്നെ പുതുക്കിയില്ല. അത് കഴിഞ്ഞ് 2021 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഈ 6 നിയമങ്ങൾ വെച്ചു. സ്ഥലത്തിൻ്റെ ഇതും ഹസ്ബൻഡിൻ്റെ കാലിലെ മുറിവിൻ്റെ ഇതൊക്കെ വെച്ചിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു 6 സെൻറ്റ് സ്ഥലം കാണാൻ പോകാൻ പറ്റി. 6 സെൻറ്റ് സ്ഥലവും ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും. അപ്പോൾ എൻ്റെ ബഡ്ജറ്റിലുണ്ടായിരുന്നത് ഒരു 20 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു സ്ഥലം വാങ്ങിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപ ഏകദേശം ഒപ്പിച്ചാലുണ്ടാവും, ബാക്കി ലോണാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് ആ വീടും സ്ഥലവും കൂടി കണ്ടപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മനെയാണ് ആലോചിച്ചത്. എൻ്റെ പൊന്നുമാതാവേ, എനിക്കിത് വാങ്ങിക്കാൻ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് വാങ്ങിത്തരണേ. അങ്ങനെ ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. ഈ ഏപ്രിൽ 29 അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു കിട്ടി. അതുകൂടാതെ അത് നിലമായിരുന്നു. പുരടമായി കിട്ടാനായിട്ട് 1.5 വർഷമായി ഞാൻ അതിൻ്റെ പുറകെ നടക്കണു. കഴിഞ്ഞ സെപ്റ്റംബറിൽ മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് അതെനിക്ക് പുരടായി കിട്ടി. ഈ കഴിഞ്ഞ ഏപ്രിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, എല്ലാ ബാധ്യതകളും തീർന്നു. അങ്ങനെ 6 സെൻറ്റ് സ്ഥലവും ഒരു നല്ലൊരു വീടും മാതാവ് എനിക്കന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ കൃപാസന റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാതാവിൻ്റെ ഈ ജന്മദിനത്തിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ജോലിയിൽ കയറിയത് ഓഗസ്റ്റിലാണ്, എനിക്ക് ലീവ് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒക്ടോബർ 29 മാതാവിൻ്റെ കൃപാസന റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങിയതാണ്. ഇവിടെ വന്ന് ഒക്ടോബർ 29 വരെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് വരാൻ സാധിച്ചു. കൂടാതെ 3 പേരെയും കൂടെ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിലെ മുറിവ് അത് ഭയങ്കരമായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ
ഭയങ്കരമായിട്ട് പഴുത്തു, ആകെ ബ്ലഡ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നു പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ വിരൽ എന്തായാലും ഇനി കട്ട് ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയിട്ട് നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് കൃപാസനത്തിൽ ചെല്ലാം, അവിടെ ചെന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. തിരിച്ച് വീട്ടിലെത്തി. ഒരു മാസം കൊണ്ട് ചെറിയ എന്താ പറയുക മെഡിസിനും ഇവിടുത്തെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് അത് പൂർണ്ണ സൗഖ്യം കിട്ടി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നിരുന്നു, അന്ന് പറയാൻ പറ്റിയില്ല, ഹസ്ബൻഡും ഉണ്ടായിരുന്നു, അന്ന് പറയാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ആൾ വർക്ക് ചെയ്തുകൊണ്ടാണ് വരാഞ്ഞത്. അതുപോലെ പൂർണ്ണ സൗഖ്യം കിട്ടിയായിരുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മോളുടെ കുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവമായൊരു അസുഖമാണ് ഗുളിയൻ ബാരോഡ് സിൻഡ്രം എന്ന് പറഞ്ഞത്. 6 വയസ്സുള്ള ആദികേശ് എന്ന് പറഞ്ഞ കുട്ടി, അവൻ ക്ലാസ്സിൽ പോയിട്ട് എന്താ പറയുക ജൂൺ 10-ാം തീയതി അവൻ ക്ലാസ്സിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കാലിന് വേദന എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കാലിൻ്റെ വേദന അല്ലേന്ന് വിചാരിച്ചു, അത് കാര്യമാക്കിയില്ല. പിറ്റേ ദിവസമായപ്പോഴേക്കും കൊച്ചിന് ഒരടി കാല് താഴെ കുത്താൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചിലായി. അങ്ങനെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അസുഖമാണെന്ന് അറിഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് നേരെ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ അഡ്മിറ്റാക്കി. ഓരോ ദിവസം ചെല്ലും തോറും 2 ദിവസത്തിനുള്ളിൽ കുട്ടി ആകെ ഫുള്ള് തളർന്ന പോലത്തെ അവസ്ഥ, സംസാരശേഷിയില്ലാത്തവരിതായി. അപ്പോൾ അവളുടെ അമ്മനെ വിളിച്ച് പറഞ്ഞ പോലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കുട്ടിക്ക് തീരെ വയ്യ, ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് 13-ാം തീയതി ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. കുട്ടിക്ക് ഒട്ടും വയ്യ, സംസാരശേഷിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനകത്ത് കമൻ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ ഈ ജൂൺ 20-ാം തീയതിക്കുള്ളിൽ എനിക്കങ്ങനെ ഒരു ഡേറ്റ് കിട്ടി. ജൂൺ 20-ാം തീയതിക്കുള്ളിൽ അവൻ ഡിസ്ചാർജായി വീട്ടിലെത്തുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ കറക്റ്റായിട്ട് തന്നെ എനിക്കൊരു ആൻസർ കിട്ടി. ജൂൺ 20-ാം തീയതി അവൻ ഡിസ്ചാർജ് ഡോക്ടർ എഴുതി, 21-ാം തീയതി അവൻ വീട്ടിലെത്തി എന്നുള്ളത്. സാധാരണ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ നമ്മളെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ്. അത് അപൂർവമായിട്ട് വരുന്നതാണ്, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ആകെ അവരിങ്ങനെ അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരു ഹിന്ദു കുടുംബമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു അടയാളം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ കൂടിയാണ് അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചത്. കറക്റ്റ് 20-ാം തീയതിക്ക് അവൻ്റെ അസുഖം പൂർണ്ണമായിട്ടും അവൻ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിപ്പീനി കുട്ടി, അവളുടെ കാലിൽ ഇങ്ങനെ പോളം പോലെ വന്നിരുന്നു. അത് ഇങ്ങനെ എന്താ പറയുക, താഴെ കുത്താൻ പറ്റുള്ള ചുമന്ന് തടിച്ച് വീർത്താകി ഇതായിട്ടിരിക്കുകയാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഉപ്പും തേനുമാണ്. അതിന് ഞാനത് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കാലിൽ തേച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു നാളത്തേക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു പാട് പോലും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും വരുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും, സിസ്റ്റർ ആ തൈലം തരുമോ, അതും തേച്ച് തരുമോ, തലവേദനയാണ് അല്ലെങ്കിൽ തൊണ്ടയിൽ വേദനയാണ്, എന്തിനും അവർ മാതാവിൻ്റെ തേനും തൈലമൊക്കെയാണ് ചോദിച്ച് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിതുപോലെ തന്നെ പനി, ചുമ, കഫക്കെട്ടൊക്കെ വന്നു, തീരെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എടുത്തു, എന്നിട്ടും കുറവില്ല, തീരെ എഴുന്നേക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ രാവിലെ ഒരു 4-5 മണിയായിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് പറയാണ്, അതിനേക്കാളും വിശിഷ്ടമായ ഒരു സംഭവം നിൻ്റെ കയ്യിലിരുന്നിട്ട് നീ എന്ത് ഉപയോഗിക്കാത്തേ, മറ്റുള്ളവർക്ക് നീ ചെയ്തു കൊടുക്കുന്നുണ്ട്, നീ എന്ത് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്ന പോലെ. അങ്ങനെ ഞാൻ എഴുന്നേക്കാൻ വയ്യെങ്കിൽ പോലും ഞാൻ എഴുന്നേറ്റ് പോയി ഒരു നുള്ളുപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വെള്ളം കുടിച്ചേ, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേ, പിന്നെ എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് റിക്കവറായി. എന്താ പറയുക, എഴുന്നേറ്റ് നിൽക്കാനും, സത്യം പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മെയ് 7-ാം തീയതി നമ്മുടെ നാട്ടിലെ 2:30 അവിടുത്തെ ഒരു 11 മണിയായിട്ടുണ്ടാവും. ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി കഴിഞ്ഞ ശേഷം ഈ ഒരു
ഇത് 2017 എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയതാണ്. ഇതിൻ്റെ ഒരു വശമൊക്കെ പോയി, എന്നാൽ പോലും എനിക്കിത് ഭയങ്കര വിശ്വാസമാണ്. ഇതിലെന്ത് പ്രാർത്ഥിച്ചാലും എനിക്കെൻ്റെ മാതാവ് നടത്തി തരാറുണ്ട്. അങ്ങനെ മെയ് 7 ഇവിടുത്തെ ഏകദേശം 2:30 അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച നീറ്റ് എക്സാം ആയിരുന്നു അന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഉൾപ്രേരണ വരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാതാവിൻ്റെ ലോക്കറ്റിൽ ഞാൻ ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും, ഇന്നത്തെ എക്സാമിന് എഴുതുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ, അവർക്ക് വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ, അമ്മയുടെ ഗ്രേസ് കൊണ്ട്, മെറിറ്റ് കൊണ്ട്, ഞങ്ങളുടെ മെറിറ്റ് കൊണ്ട് എന്തായാലും കിട്ടില്ല, അമ്മയുടെ ഗ്രേസ് കൊണ്ട് ഇത് നടത്തി തരണേ, ഈ വിജയം കൊടുക്കണേന്ന് അത് എഴുതി ഗ്രേസ് എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഈ മാതാവിൻ്റെ രൂപത്തിൽ ഭയങ്കര തേജസ്സോടുകൂടി മാതാവിൻ്റെ മുഖം അങ്ങനെ തെളിഞ്ഞ് 3 വട്ടം എനിക്കിതിൽ കാണാൻ സാധിച്ചു. അതിൽ പിന്നീടുള്ള നമുക്ക് നടക്കാൻ പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഉള്ളിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടാറുണ്ട്, പല കാര്യങ്ങളും. പിന്നെ അന്നൊരു വചനം കൂടെ എനിക്ക് മാതാവ് തന്നായിരുന്നു. യോഹന്നാൻ 17:7 യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറിലെ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈ ലോകത്തിലെ പ്രകാശം അവൻ കാണുന്നു. അതിൽ പിന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ കുറേ അടയാളങ്ങൾ കിട്ടുന്നത്. ഞാനിങ്ങനെ പലിശയ്ക്ക് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്, അറിയാവുന്നവർക്ക് അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ യേശുവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നെ എന്നിങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കും. പക്ഷേ ഈ ഒരു സംഭവം കൂടെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉപമയിൽ കൂടെ മാതാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നു. നമ്മുടെ ബൈബിളിലുള്ള പോലെ ഈ രാജാവ് ഭൃത്യന് പലിശ ഇളച്ചു കൊടുക്കുന്നൊരു സംഭവമുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നു. ഈ രജിസ്ട്രേഷൻ്റെ തലേ ദിവസമാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം, നാളത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നടത്തി തന്നെ. അപ്പോഴും ഞാൻ ഇപ്പുറത്ത് എൻ്റെ കൂട്ടുകാരത്തി കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പലിശ സഹിതം ഒരുവിധം തന്നു കഴിഞ്ഞു, എങ്കിലും ഒരു 10,000 രൂപ കൂടെ തരാനുണ്ട്. ഞാൻ അതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ പൈസ നാളെ തരുമോ. എൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട്, എങ്കിൽ പോലും ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കിട്ടാനുള്ളത് പോരട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഭയങ്കര ശക്തമായിട്ട് ഈ ഒരു ഉപമ എനിക്ക് തന്നത്. എന്നോട് പറഞ്ഞു, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തരുന്നു, എന്നിട്ട് പോലും ഒട്ടും നിവൃത്തിയില്ലാത്ത ആ മകളോട് നീ എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നു. ഞാൻ അപ്പം തന്നെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നീ തരാമെന്ന് പറഞ്ഞ പൈസ തരണ്ട, പലിശയാണ്, അത് പോയിക്കോട്ടെ, അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ പറയണത്, എത്ര ദിവസമായി എന്നറിയാം ഞാനൊന്ന് ഉറങ്ങിയിട്ട്, ഈ പൈസ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടണുണ്ടായിരുന്നു, കിട്ടണുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ ശക്തമായിട്ട് ഓരോ കാര്യങ്ങളിലും ഈശോയും മാതാവും എന്നോട് കൂടെയുണ്ട്. എൻ്റെ എന്ത് കാര്യത്തിനും ഈ ഒരു ലോക്കറ്റ്, ഇത് വെറുതെ ഒരു ലോക്കറ്റായിട്ട് നിങ്ങൾ കാണരുത്, ഇതിൽ പരിശുദ്ധമ്മ വസിക്കുന്നതാണ്. എനിക്ക് എന്ത് പ്രാർത്ഥിച്ചാലും, എന്ത് കാര്യങ്ങളും നമുക്ക് നടക്കാത്തതായാലും നമ്മുടെ വിഷമങ്ങളായാലും ഞാൻ ഈ ലോകത്തും മനുഷ്യന്മാരിൽ ആശ്രയിക്കാറില്ല, ഈശോയിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് വചനങ്ങൾ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് ചൊല്ലാൻ പറ്റുന്നുണ്ട്, പലർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്ന് എന്നെ വിളിച്ച് പറയാറുണ്ട്. എന്ത് കാര്യം നടക്കാണ്ട് വന്നാലും അവരെന്നോട് പറയും, നീ ഒന്ന് പ്രാർത്ഥിക്കുന്ന. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വചനം എനിക്കറിയില്ല, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ വചനത്തിൻ്റെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാകാൻ ഈശോനോട് കൂടെ ആയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി.